റിപ്പോർട്ടർ ഇലക്ഷൻ ബ്രേക്കിംഗ്. നിലമ്പൂരിൽ മത്സരിക്കാൻ PV അൻവർ മത്സര സന്നദ്ധത ദേശീയ നേതൃത്വത്തെ അറിയിച്ചു. നിർണായക തൃണമൂൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് മഞ്ചേരിയിൽ ചേരും. നാളത്തെ സംസ്ഥാന പ്രവർത്തക സമിതി യോഗത്തിന് ശേഷമായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനം. അതേസമയം PV അൻവറിന് വഴങ്ങേണ്ടെന്നാണ് VD സതീശന്റെ നിലപാട്. അൻവറിന്റെ പ്രശ്നം പരിഹരിക്കണമെന്നാണ് ഘടകകക്ഷികളുടെ ആവശ്യം. ചൊവ്വാഴ്ചത്തെ UDF നേതൃയോഗത്തിലായിരിക്കും അന്തിമ തീരുമാനമുണ്ടാവുക. അതേസമയം ഇടത് സ്ഥാനാർത്ഥികളെ നാളെ അറിയാം. P. ഷബീർ, ഷെറോണ റോയ്, തോമസ് മാത്യു ഈ 3 പേരിൽ തന്നെയാണ് ഇപ്പോഴും കുരുങ്ങി നിൽക്കുന്നത്, തിരിയുന്നത്. വിവരങ്ങളുമായി നമുക്കൊപ്പം അഷ്കർലി കരിമ്പയുണ്ട്, R. റോഷിപ്പാലുണ്ട്, സാനിയോ മനോവിയുണ്ട്, VS രഞ്ജിത്തുണ്ട്. എല്ലാവരും രാവിലെ തന്നെ ചേരുന്നുണ്ട് പ്രേക്ഷകർക്കൊപ്പം. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ നിമിഷം പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത് റിപ്പോർട്ടർ നിലമ്പൂർ ഇലക്ഷൻ ബ്രേക്കിംഗ്. അഷ്കർ അലി കരിമ്പയാണ് ആ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. PV അൻവർ മത്സരത്തിന് തയ്യാറെടുക്കുകയാണ് എന്ന വിവരം. നമുക്കാദ്യം അഷ്കറിലേക്ക് പോയി വരാം. അഷ്കർ, വെരി ഗുഡ് മോർണിംഗ് അഷ്കർ. അങ്ങനെ PV അൻവർ തീരുമാനിച്ചോ? ചൊവ്വാഴ്ചത്തെ UDF യോഗം വരെ കാത്തിരിക്കുമോ, അതോ അതിനു മുൻപ് തന്നെ PV അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി രംഗപ്രവേശം ചെയ്യുമോ? അഷ്കർ അലി കരിമ്പ. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. നിലമ്പൂരെ സംബന്ധിച്ചിടത്തോളം PV അൻവർ മത്സരിക്കാൻ പോകുന്നു. ചൊവ്വാഴ്ച നടക്കാൻ പോകുന്ന UDF യോഗം വരെ കാത്തിരിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാളെ തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നാളെ പ്രഖ്യാപിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അത് നേരത്തെ തന്നെ PV അൻവർ മത്സരിക്കാനുള്ള സന്നദ്ധത അറിയിക്കുക അല്ലെങ്കിൽ മത്സരത്തിലുള്ള നീക്കങ്ങളൊക്കെ നടത്തിയിരുന്നെങ്കിലും അതിനേക്കാൾ ഒരു പടി കൂടി കടന്ന് ഈ PV അൻവർ നിലമ്പൂരിൽ മത്സരിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടിരുന്നത് തൃണമൂലിന്റെ ദേശീയ നേതൃത്വമായിരുന്നു. ഘടകകക്ഷി ആകുന്നതിനേക്കാൾ നല്ലത് മത്സരിച്ച് പാർട്ടി ശക്തിപ്പെടുത്തുക എന്നുള്ളൊരു ആവശ്യമായിരുന്നു തൃണമൂലിന്റെ ദേശീയ നേതൃത്വമൊക്കെ തന്നെ അൻവറോട് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ കേരളത്തിലെ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് കേരളത്തിൽ മുന്നണിയുടെ ഭാഗമായി നിൽക്കുക എന്നതാണ് നല്ലത് എന്നാണ് അൻവർ സ്വീകരിച്ച നിലപാട്. ആ നിലപാടിന് തൃണമൂൽ നേതൃത്വം വഴങ്ങിയതായിരുന്നു. എന്നാൽ ഇപ്പോൾ ചിത്രം മാറി. ഇന്നലേക്ക് അവസാനം KC വേണുഗോപാലുമായി നടത്താൻ ശ്രമിച്ചിരുന്ന കൂടിക്കാഴ്ചയുടെ രമേശ് ചെന്നിത്തല പറയുന്നതും ഇപ്പോൾ വീണ്ടും സമവായ ചർച്ചകൾ സജീവമാണ്. മുതിർന്ന നേതാക്കളും UDFിലെ ഘടകകക്ഷികളുമെല്ലാം PV അൻവറിനെ UDFിനോടൊപ്പം കൂട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടണം എന്ന ഒരു ചിന്തയുള്ളവരാണ്. എന്നാൽ അത് ഇനി നടക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത ചൊവ്വാഴ്ച വരെ കാത്തിരിക്കേണ്ടി വരും സാങ്കേതികമായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനു മുൻപ് തന്നെ PV അൻവർ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? അഷ്കർലി, വൈകിയെത്തിയ പ്രേക്ഷകർക്കായി ഒരിക്കൽ കൂടി. അരുൺ, ചൊവ്വാഴ്ച വരെ എന്തായാലും UDFിന്റെ യോഗം കഴിയുന്നതുവരെ PV അൻവർ കാത്തിരിക്കില്ല എന്നുള്ളത് തീർച്ചയാണ്. കാരണം ഇന്ന് തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വൈകുന്നേരം 4 മണിക്ക് മഞ്ചേരിയിൽ വെച്ച് ചേരുന്നുണ്ട്. അതിനിതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കും. അതിനുശേഷം നാളെ സംസ്ഥാന പ്രവർത്തക സമിതി യോഗം രാവിലെ 10 മണിക്കും അതേപോലെ മഞ്ചേരിയിൽ വെച്ച് ചേരുന്നുണ്ട്. അതിനുശേഷം തൃണമൂൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാട് പ്രഖ്യാപിക്കുകയും ചെയ്യും. ഇതിൽ ചൊവ്വാഴ്ച വരെ കാത്തിരിക്കുക എന്നുള്ളതിൽ ഏറ്റവും വലിയ പ്രശ്നമായി തൃണമൂൽ കോൺഗ്രസ് പറയുന്നത് ഈ സ്ഥാനാർത്ഥി നോമിനേഷൻ നൽകാനുള്ള ദിവസം 2-ാം തീയതി വരെയാണ്. അപ്പോൾ ഏറ്റവും അവസാന നിമിഷം ഒരു അനുരഞ്ജനം UDF പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ അതിലെന്തെങ്കിലും പാളിച്ചകൾ സംഭവിച്ചാൽ പിന്നീട് തെരഞ്ഞെടുപ്പിലേക്കോ മത്സരത്തിലേക്കോ പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവും. ഇല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയാണെങ്കിൽ തന്നെ അതിൽ കാലതാമസം വരും. അതുകൊണ്ട് അത് മനഃപൂർവ്വം UDF നേതൃത്വം നടത്തുന്ന ഒരു ശ്രമമാണ്. അതുകൊണ്ട് അതിന് കാത്തിരിക്കേണ്ടതില്ല എന്നുള്ള നിലപാട് തന്നെയാണ് തൃണമൂൽ കോൺഗ്രസിനുള്ളത്. നാളെ തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രവർത്തക സമിതി യോഗ ശേഷം ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടാവും. അരുൺ, നമുക്കറിയാം 2 ദിവസത്തെ സമയമായിട്ട് തൃണമൂൽ കോൺഗ്രസ് നേതൃത്വം നേരത്തെ തന്നെ UDFിന് മുന്നിൽ വെച്ചത്. ആ 2 ദിവസത്തെ സമയം ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഒരു UDFിൽ വലിയ പ്രതീക്ഷ വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമല്ല നിലവിൽ അൻവർ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ഇന്നലെ തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു ഏജൻസി ഈ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളൊക്കെ തന്നെ നേതൃത്വം നൽകുന്ന തൃണമൂൽ കോൺഗ്രസിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന IPAC എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ഏജൻസി ഉണ്ട്. അതിന്റെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി ഒക്കെ നിശ്ചയിക്കുന്ന ഏജൻസിയാണ് IPAC. ഈ IPACിന്റെ കൂട്ടായ ഉദ്യോഗസ്ഥരുമായി അല്ലെങ്കിൽ IPACിന്റെ ആളുകളുമായി ഇന്നലെ തന്നെ PV അൻവർ കൂടിക്കാഴ്ച നടത്തി. ആ കൂടിക്കാഴ്ച നടന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നുള്ള നിർദ്ദേശം ഉയർന്നു. അതിനാവശ്യമായ മന്ത്രിമാരുടെയും MP-മാരുടെയും അടക്കം പട്ടിക, ആരൊക്കെയാണ് ഇങ്ങോട്ട് വരേണ്ടത് എന്നുള്ള പട്ടിക അടക്കം ദേശീയ നേതൃത്വത്തിന് ഇന്നലെ PV അൻവർ ക്യാമ്പ് കൈമാറിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ മണ്ഡലത്തിൽ മത്സരത്തോട് ഒരുങ്ങാൻ വേണ്ടി അണികൾക്കുള്ള നിർദ്ദേശവും ഇന്നലെ PV അൻവർ നൽകി. അതിലൂടെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ചുങ്കത്തറയിലും എടക്കരയിലും വഴിക്കാടും ഒക്കെ തന്നെ ഇന്നലെ രാത്രി തന്നെ നിലമ്പൂരിന്റെ സുൽത്താനായി PV അൻവർ തുടരുമെന്നുള്ള വാക്കുകളോടുകൂടി തന്നെ തൃണമൂലിലെ ഫ്ലെക്സുകൾ ഇന്നലെ ഉയരുന്നതും ഇന്നലെ രാത്രി തന്നെ ഫ്ലെക്സുകൾ സ്ഥാപിച്ചതുമൊക്കെ തന്നെ അതിന്റെ ഭാഗമാണ്. അതിനോടൊപ്പം തന്നെ സമുദായ സംഘടനകളുമായിട്ടുള്ള ചർച്ചകൾക്കടക്കം ഇന്നലെ രാത്രി തന്നെ തുടക്കം കുറിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിലമ്പൂരിൽ PV അൻവർ മത്സരത്തിന് ഒരുങ്ങുന്നു. ഇനി തീരുമാനം എടുക്കേണ്ടത് UDF ആണ്. UDF ഒരു തീരുമാനം അറിയിച്ചാൽ PV അൻവർ മത്സരരംഗത്ത് നിന്ന് പിന്മാറും. പക്ഷേ അത് ചൊവ്വാഴ്ച വരെ വൈകിയാൽ പിന്നെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് വീണ്ടും ആശയക്കുഴപ്പം ഉണ്ടാവും എന്നുള്ളതാണ് PV അൻവർ നൽകുന്ന സൂചന. എന്തായാലും
എത്രയും പെട്ടെന്ന് തീരുമാനമെടുക്കുന്നു അത്രയും നല്ലത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മർദ്ദതന്ത്രമാണ് നടക്കുന്നത്. PV അൻവറിനെ സമ്മർദ്ദത്തിലാക്കി UDF-ഉം, UDF-നെ സമ്മർദ്ദത്തിലാക്കി PV അൻവറും എന്ന മട്ടിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അഷ്കർ, എന്ന ഒരു കാര്യം കൂടി പ്രേക്ഷകരെ അറിയിക്കാനുണ്ട്. എന്താണ് അഷ്കർ? ഇതിൽ ഇന്ന് ഈ രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ PV അൻവറുമായി ചർച്ചകൾ നടന്നിരുന്നെങ്കിൽ പോലും ഇന്നലെ രാത്രി KC വേണുഗോപാലിനെ കാണാനുള്ള ശ്രമം പരാജയപ്പെട്ട് PV അൻവർ മടങ്ങിയതോടെ തന്നെ അപമാനിച്ചു എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് PV അൻവറും തൃണമൂലുമുള്ളത്. അതുകൊണ്ട് അതിനുശേഷം നിരന്തരമായി കോൺഗ്രസ് നേതാക്കൾ ബന്ധപ്പെടുമെങ്കിലും ഫോൺ എടുക്കാൻ പോലും PV അൻവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. കോൺഗ്രസിലെ പല മുതിർന്ന നേതാക്കൾ വിളിച്ചിട്ടും PV അൻവർ ഫോൺ എടുത്തിട്ടില്ല. മാത്രമല്ല ആ കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ PV അൻവറിന്റെ ഒപ്പമുള്ള മറ്റാളുകളെ വിളിച്ച് അൻവറോട് ഫോൺ എടുക്കാൻ ആവശ്യപ്പെടാനടക്കം നിർദ്ദേശം നൽകി. പക്ഷേ എന്നിട്ട് പോലും അവരുടെ ഫോണുകൾ എടുക്കാൻ പോലും PV അൻവർ കൂട്ടാക്കാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് മത്സരത്തിൽ ഒരുങ്ങി തന്നെയാണ് PV അൻവറുടെ മുന്നോട്ട് പോക്ക് എന്നുള്ളത് കൂടി ആവർത്തിക്കുകയാണ്. അതായത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത്രയാണ് ഇന്നലെ സംഭവിച്ചത്. KC വേണുഗോപാലുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് PV അൻവർ തയ്യാറായിരുന്നു. PV അൻവർ അങ്ങനെ ഇന്നലെ കോഴിക്കോട് എത്തിയതുമാണ്. ഇന്നലെ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലുണ്ടായിരുന്നു KC വേണുഗോപാൽ. രാത്രിയിൽ ഡൽഹിക്ക് പോകുന്നതിന് മുമ്പ് കൂടിക്കാഴ്ച നടക്കുമെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ KC വേണുഗോപാൽ അങ്ങനെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് നിന്ന് കൊടുത്തില്ല. കാരണം KC വേണുഗോപാൽ PV അൻവറിനെ ഇന്നലെ മാധ്യമങ്ങളുടെ മുന്നിലോ അതല്ലാതെയോ കണ്ടാൽ അത് കൊടുക്കുന്ന മറ്റൊരു സന്ദേശം, ഇവിടെ പ്രതിപക്ഷ നേതാവിനെതിരെ KC വേണുഗോപാൽ PV അൻവറുമായി കൂടിക്കാഴ്ച നടത്തി എന്ന മട്ടിലുള്ള ചർച്ചകൾ പ്രചരിക്കും. അത് പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരിക്കും. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും KC വേണുഗോപാൽ ആ സാഹചര്യം ഒഴിവാക്കി. പക്ഷേ ഫോണിൽ ബന്ധപ്പെടാമെന്നവർ സംസാരിച്ചിട്ടുണ്ടാവാം. എന്നാൽ നേരിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാകാതിരുന്നതോടുകൂടി PV അൻവർ KC വേണുഗോപാലിന്റെ ഫോൺ എടുത്തില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടുകൂടി ആ ഡോറും താൽക്കാലികമായിട്ട് അടഞ്ഞു. KC വേണുഗോപാൽ തീരുമാനിക്കട്ടെ എന്നായിരുന്നു PV അൻവർ പറഞ്ഞു നിർത്തിയത്. ഇനി ആര് PV അൻവറിനെ അനുനയിപ്പിക്കും? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഒരു ഭാഗത്ത് PV അൻവർ മത്സരിക്കുമെന്നുള്ള ഭീഷണി ശക്തമായിട്ട് വരുന്നു. പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നു, അണികൾക്ക് നിർദ്ദേശം നൽകുന്നു, ആരൊക്കെ ക്യാമ്പയിൻ ചെയ്യണമെന്ന് തുടങ്ങിയ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് PV അൻവർ വളരെ വേഗം. അത് കോൺഗ്രസിനെ സംബന്ധിച്ചും വലിയ പ്രതിസന്ധിയും തലവേദനയുമായിട്ട് മാറുന്നുണ്ട് ഒരു ഭാഗത്ത്. ഇനി നമുക്കറിയേണ്ടത് ആരാണ് ഒരു കോൾ എടുക്കുക ഈ വിഷയത്തിൽ, ഏത് നേതാവാണ് എന്നുള്ളതാണ്.